കാശിയേട്ടൻ പോയിട്ട് വരാം. നീ സമയത്തിന് വല്ലതുമൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് ഇരിക്കണേ. ഞാൻ ഇടയ്ക്കിടെ വിളിച്ചോളാം. പുറത്തിറങ്ങും മുമ്പ് അവളെ ചേർത്ത് പിടിച്ചവൻ ഒരിക്കൽ കൂടെ പറഞ്ഞു. വാടിയ മുഖത്തോടെ അപ്പു ഒന്ന് മൂളിയതേയുള്ളൂ. കാശിക്ക് എറണാകുളത്ത് വെച്ച് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മീറ്റിംഗ് ഉണ്ട് 3 ദിവസം. അത് കഴിഞ്ഞേ തിരികെ വരാൻ കഴിയൂ. എന്നാൽ അപ്പുവിന് കൂടെ പോകാനും പറ്റില്ല. ബാങ്കിൽ ഓഡിറ്റിംഗ് നടത്തുകയാണ്. അരുന്ധതിയും സേതുവും കൂടെയുള്ള ധൈര്യത്തിലാണ് മാനേജർ പോകാൻ തയ്യാറായത്. എന്നാൽ ഇന്ന് പോകാൻ ഇറങ്ങിയപ്പോഴുള്ള പെണ്ണിന്റെ വാടിത്തളർന്നുള്ള നിൽപ്പ് കണ്ട് അവനും ആകെ സങ്കടം തോന്നിപ്പോയി. നീ സമാധാനമായിട്ട് പോയിട്ട് വാടാ ചെക്ക. നിന്റെ പെണ്ണിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അപ്പുവിന്റെ വാടിയ മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ നിൽക്കുന്നവനോട് അരുന്ധതി പറഞ്ഞു. കാശിയേട്ടൻ പോയിട്ട് വേഗം വരാം കേട്ടോ. അമ്മയെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് കരച്ചിൽ കടിച്ചു പിടിച്ച് ചെറുചിരിയോടെ നിൽക്കുന്നവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുണ്ടമർത്തി. കവളിൽ മെല്ലെ ഒന്ന് തട്ടി പറഞ്ഞിട്ട് അവൻ സേതുവിനൊപ്പം കാറിലേക്ക് കയറി. അയാളാണ് അവനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത്. അവിടെ നിന്ന് 1-2 പേരുകൂടെ കാശിക്കൊപ്പം പോകാനുണ്ട്. മോള് വാ, ബാങ്കിൽ പോകേണ്ടതാണല്ലേ, നേരമാകുന്നു. കാർ ഗേറ്റ് കടന്നതും ഗേറ്റ് അടച്ചു കുറ്റിയിട്ട് അപ്പുവിനെ വിളിച്ചുകൊണ്ട് അരുന്ധതി വീട്ടിനുള്ളിലേക്ക് പോയി. മുറിയിൽ വന്ന അപ്പു വാതിലടച്ചു കുറ്റിയിട്ട് കുറച്ചു നേരം കണ്ണു നിറച്ച് ആ നിൽപ്പ് നിന്നു. ഇനി ആ ഒരുവൻ ഈ മുറിയിൽ കൂടെയില്ലാതെ, അവന്റെ ചൂടും മണവുമില്ലാതെ 3 ദിവസം തള്ളി നീക്കണം. ആലോചിക്കാൻ പോലും വയ്യാതെ വിങ്ങിക്കരഞ്ഞുകൊണ്ടവൻ ബെഡിലേക്ക് വീണു. കുറച്ചേറെ നേരത്തിന് ശേഷം അരുന്ധതിയുടെ വിളികൾക്ക് തളർച്ചയിൽ മയങ്ങിപ്പോയ അപ്പു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് റെഡിയാവാൻ കയറി. അപ്പു വാ, കഴിക്കാം. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമല്ലേ നെയ്യ് ചേർത്തുണ്ടാക്കിയ റവ ഉപ്പുമാവ്? ബാഗുമെടുത്ത് ഇറങ്ങി വരുന്നവളെ കണ്ട് അരുന്ധതി പറഞ്ഞു. എനിക്ക് വേണ്ട, വിശപ്പ് തോന്നുന്നില്ല അമ്മായി. അപ്പു അവർക്കടുത്തേക്ക് വന്ന് അവരെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിക്കാതെ പോയാൽ കാശി വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. കഴിച്ചില്ല എന്നറിഞ്ഞാൽ അറിയാലോ അവന്റെ സ്വഭാവം. അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് അവർ കുഞ്ഞൊരു പ്ലേറ്റിൽ ഉപ്പുമാവ് വിളമ്പി പഴവും എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ടാഞ്ഞിട്ടാണ് അമ്മായി. പറയുമ്പോൾ എന്തിനെന്നറിയാതെ വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ എന്റെ കുഞ്ഞെ, എന്തിനാ കണ്ണ് നിറയ്ക്കുന്നത്? വായ തുറന്നേ, അമ്മായി വായിലേക്ക് വെച്ചു തരാം. അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ നീർത്തുള്ളികൾ തുടച്ചു മാറ്റിയിട്ട് പഴം കൂട്ടി കുഴച്ച് ഉപ്പുമാവ് അവർ അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അപ്പു പിന്നെ എതിർപ്പൊന്നും പറയാതെ 2-3 വാ കഴിച്ചു മതിയാക്കി. ബസ്സിൽ ഇടിച്ചു കുത്തി കയറാൻ നിൽക്കണ്ട, ഓട്ടോയിൽ പോയാൽ മതി കേട്ടോ അപ്പു. അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നിന്ന പെണ്ണിന്റെ വിളറിയ കവളിൽ കൈചേർത്ത് വെച്ചു അവർ പറഞ്ഞു. അല്ലേലും ബസ്സിൽ കയറാൻ വയ്യ അമ്മായി. എന്തോ 2 ദിവസമായി വല്ലാത്ത ക്ഷീണം, ചിലപ്പോൾ പീരീഡ്സ് ആവാനാവും. അപ്പു മങ്ങിയ മുഖത്തോടെ പറഞ്ഞു. അതങ്ങ് ആയിക്കോട്ടെ മോളിപ്പോ അതൊന്നും ഓർക്കേണ്ട. ഉച്ചയ്ക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് മുഴുവൻ കഴിക്കണം കേട്ടോ, അവളുടെ തലയിൽ തലോടി പറഞ്ഞു അരുന്ധതി. കഴിച്ചോളാം പറഞ്ഞിട്ട് അവരുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് യാത്ര പറഞ്ഞിറങ്ങി അപ്പു. അരുന്ധതി വൈകിട്ട് മുറ്റത്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അപ്പു ഓട്ടോയിൽ വന്നിറങ്ങിയത്. വാടിക്കൊഴിഞ്ഞ് കയറി വരുന്നവളെ കാണെ അവർ പെട്ടെന്ന് പൈപ്പ് അടച്ചിട്ട് അവൾക്കടുത്തേക്ക് വന്നു. മക്കളെ, എന്താടാ കുഞ്ഞെ, ആകെ പാടിപ്പോയല്ലോ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വന്ന അപ്പുവിന്റെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങി അവളെ ചേർത്ത് പിടിച്ചു കൊണ്ടവർ ചോദിച്ചു. ഇന്ന് ഇത്തിരി ജോലി കൂടുതൽ ഉണ്ടായിരുന്നു അമ്മായി. അതിന്റെ കൂടെ ആകെ ഈ വയ്യായികയും. ലീവ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തേനെ. അവരുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ അപ്പു പറഞ്ഞു. അമ്മായിയുടെ അപ്പൂസ് ഇവിടെ ഇരിക്ക്, ഞാൻ ചൂടോടെ ഒരു ചായ കൊണ്ടു തരാം. കൂടെ കഴിക്കാൻ പഴം വാട്ടി തരട്ടെ? വേണ്ട വേണ്ടമ്മായി, എനിക്ക് കട്ടൻ ചായ മാത്രം മതി, അപ്പു കള്ളത്തരം ചെയ്യുന്ന കുട്ടിയെപ്പോലെ പറഞ്ഞു. ആ ചെറുക്കനെ അറിയണ്ട നീ ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത്. അപ്പുവിന്റെ കവളിൽ തലോടി പറഞ്ഞിട്ട് അരുന്ധതി അടുക്കളയിലേക്ക് പോയി. അപ്പു ആ സെറ്റിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ചു. ദിവസവും കാശിക്കൊപ്പം ബാങ്കിൽ നിന്ന് വരുന്നതും അച്ചുവിന്റെ വീട്ടിൽ കയറി കിച്ചുവിനെ കാണുന്നത്, തിരികെ വന്ന് ഈ വീടിന്റെ വാതിൽ തുറക്കുന്ന നേരം മുതൽ തുടങ്ങുന്ന അവന്റെ കുറുമ്പുകൾ, രാത്രിയിലത്തേക്കുള്ള പാചകം, അങ്ങനെ അങ്ങനെ അവന്റെ ഒപ്പം ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ മുഴുകിയിരുന്നു ആ നിമിഷം അപ്പുവിന്റെ മനസ്സ്. മോളെ ദാ ഇതങ്ങ് ചൂടോടെ കുടിച്ചേ, നല്ല ആശ്വാസം കിട്ടും. അപ്പുവിന്റെ കയ്യിലേക്ക് ചായക്കപ്പ് വെച്ചു കൊടുത്തിട്ട് അവളുടെ പാറി പറന്നു കിടന്ന തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് അരുന്ധതി പറഞ്ഞു. അപ്പു മെല്ലെ ഒന്ന് മൂളിയിട്ട് ആ കട്ടൻ മെല്ലെ കുടിക്കാൻ തുടങ്ങി. ഒട്ടുമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ അപ്പൂസേ? അവളുടെ മുഖത്തെ ക്ഷീണം കാണെ അവളെ ചേർത്ത് പിടിച്ചവർ തിരക്കി. അങ്ങനെ തീരെ വയ്യായിക ഒന്നുമില്ല എൻ്റെ അമ്മായി. എനിക്ക് ഇതുപോലെ ക്ഷീണവും വയറിന് ചെറിയൊരു വേദനയും എപ്പോഴും ഉറങ്ങണം എന്ന തോന്നലുമൊക്കെ ചില മാസങ്ങളുണ്ടാവും. പീരീഡ്സ് ആവുമ്പോഴേക്കും അതങ്ങ് മാറിക്കോളും. അപ്പു അവരുടെ തോളിൽ ചാഞ്ഞു കിടന്നു പറഞ്ഞു. കുറച്ചു നേരം ഇങ്ങോട്ട് കിടന്നോ? അവളെ മടിയിലേക്ക് ചായച്ചു കിടത്തിക്കൊണ്ട് അരുന്ധതി പറഞ്ഞു. അപ്പു നേർമയിലൊന്ന് മൂളിയിട്ട് അവരുടെ വയറിൽ മുഖം ചേർത്ത് വെച്ച് ചെറുതായി വേദന തോന്നിയ കാലുകൾ സെറ്റിയിൽ നീട്ടി വച്ച് കിടന്നു. എന്റെ കുഞ്ഞിന്റെ ജീവനാണ് തന്റെ മടിയിൽ ഈ തളർന്നു കിടക്കുന്നത്. അവന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു നിൽക്കാനാവില്ല.
നാളെയും ഇതുപോലെയാണെങ്കിൽ അപ്പുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആലോചനയോടെ കണ്ണുകൾ അടച്ചു കിടക്കുന്ന അപ്പുവിന്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു അരുന്ധതി. അവർ ആലോചിച്ചു കൂട്ടുന്നതൊന്നും അറിയാതെ മയങ്ങിപ്പോയിരുന്നു അപ്പു. എന്താടോ, വലിയ ആലോചനയിലാണല്ലോ. എന്തു പറ്റി? കാശി വിളിച്ചപ്പോഴും താൻ അധികമൊന്നും സംസാരിച്ചില്ലല്ലോ. രാത്രി അപ്പു ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഹാളിലെ സെറ്റിയിൽ വന്നിരുന്ന അരുന്ധതിയുടെ അടുത്ത് വന്നിരുന്ന് സേതു തിരക്കി. അത് മറ്റൊന്നുമല്ല സേതുവേട്ടാ, അപ്പുവിനെ കുറിച്ചോർത്തിരുന്നതാണ്. ഞാനും ശ്രദ്ധിച്ചിരുന്നു. കൊച്ചിന് എന്തോ ഒരു വയ്യായിക ഉണ്ട്. നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാലോ? ചിലപ്പോൾ ശരിക്കും ആഹാരം കഴിക്കാത്തത് കൊണ്ടൊക്കെയാവും. ഫുഡ് കഴിക്കാൻ മടിയാണെന്ന് കാശിയും പറഞ്ഞിട്ടില്ലേ? അയാൾ ആലോചനയോടെ പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട് സേതുവേട്ടാ. പക്ഷേ ഒരു ഉറപ്പ് പറയാനും എന്നെക്കൊണ്ടാകുന്നില്ല. അതുകൊണ്ടൊക്കെ കൂടിയാണ് എൻ്റെ മോൻ വിളിച്ചിട്ടും എനിക്ക് അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാതെ ഇരുന്നത്. അവൻ്റെ ജീവനാണ് നമ്മളെ ഏൽപ്പിച്ചു പോയത്. അവൻ പോയതുപോലെ തിരികെ വരുമ്പോൾ അതിനെ അതുപോലെ തിരികെ ഏൽപ്പിക്കേണ്ടതല്ലേ നമുക്ക്? അവർ മടിയോടെ അയാളോട് പറഞ്ഞു. എന്താണോ, എന്തായാലും തുറന്നു പറയ്. ഇതിപ്പോ എന്നോടല്ലേ, എന്തിനാ മടിക്കുന്നേ? പറഞ്ഞുകൊണ്ടയാൾ അവരെ അടുത്തേക്ക് ചേർത്തിരുത്തി. അപ്പുവിൻ്റെ ഇന്ന് വൈകിയുള്ള അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. എന്താണെന്ന് പറയണ്ടേ ആദി? ഇതിപ്പോ ഞാനും കൂടെ ടെൻഷൻ ആവുകയാണ്. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ സേതുവേട്ടാ, അപ്പു പ്രഗ്നന്റ് ആണോ എന്ന് എനിക്കൊരു സംശയം. അവർ അയാളെ നോക്കി നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ പറഞ്ഞു. എന്താ, ശരിക്കും അങ്ങനെ ഉണ്ടാവുമോ ആദി? ഞാനൊരു അച്ചച്ചനാവാൻ പോവുകയാണോ? അവരെ ചുറ്റിപ്പിടിച്ചയാൾ സന്തോഷം കൊണ്ട് നനഞ്ഞ മിഴിയോടെ തിരക്കി. ഞാൻ പറഞ്ഞില്ലേ സേതുവേട്ടാ, എനിക്ക് ഉറപ്പില്ല. അനുഭവത്തിലൂടെ പറയാൻ എനിക്കതൊന്നും ഓർമ്മയില്ല. പിന്നെ പറഞ്ഞു കേട്ട അറിവ് വെച്ച് എനിക്കൊരു സംശയം തോന്നിയതാണ്. അയാളുടെ കവിളിൽ കൈചേർത്ത് വെച്ച് അവർ പറഞ്ഞു. എൻ്റെ കാശി, അവനൊരു കുഞ്ഞ്, അതവനെ ഞാൻ എന്ന് മകനായി മനസ്സുകൊണ്ട് സ്വീകരിച്ചോ അന്നു മുതലുള്ള എൻ്റെ സ്വപ്നമാണ്. അരുന്ധതിയുടെ കവിളിൽ തഴുകി പറഞ്ഞുകൊണ്ട് അവരെ നോക്കി കണ്ണുനീരിൽ പുഞ്ചിരിച്ചു സേതു. അങ്ങനെ ആവണേ എന്ന് എല്ലാ ദൈവങ്ങളോടും മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ദൈവം കേൾക്കാതെ ഇരിക്കില്ല സേതുവേട്ടാ. അരുന്ധതി അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മനുവിനോടും അവൻ്റെ മോനോടുമൊക്കെ സ്നേഹമാണെങ്കിലും കാശിയും അപ്പുവും കഴിഞ്ഞ് അവരാരും സേതുവിൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കാശിയുടെ കുഞ്ഞ് എന്നത് അയാളുടെയും വലിയൊരു മോഹമാണ് എന്ന് അരുന്ധതിക്ക് നന്നായി അറിയാമായിരുന്നു. നമുക്ക് നാളെ രാവിലെ തന്നെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ആദി, അയാൾ ഒരച്ഛൻ്റെ വേവലാതിയോടെ പറഞ്ഞു. അത് വേണ്ട സേതുവേട്ടാ, ഞാനും അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ഉറപ്പില്ല. മോളോട് പറഞ്ഞിട്ട് ഒടുവിൽ ഒന്നുമില്ലാതെ ആയാൽ അവൾക്കത് താങ്ങാനാവില്ല. നമുക്കറിയാവുന്നതല്ലേ, കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് തകർന്നു പോയതുപോലെ എൻ്റെ അപ്പു കഴിഞ്ഞിരുന്നത്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വരുന്നതേയുള്ളൂ എൻ്റെ കുഞ്ഞ്. എങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൊണ്ടുപോകേണ്ട. നാളെയും മറ്റന്നാളും ഞാൻ ലീവാക്കാം. കൊച്ചിനെ ഓട്ടോയിലും ബസ്സിലും ഒന്നും പോകാൻ വിടണ്ട. ഞാൻ കൊണ്ടുപോയി വിട്ട് തിരികെ കൊണ്ടുവരാം. അതുപോലെ കൊച്ചിന് ഇഷ്ടമുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഉച്ചയ്ക്ക് ഞാൻ തന്നെ ചൂടോടെ കൊണ്ടുപോയി കൊടുക്കാം. കാശി വരും വരെ അങ്ങനെ പോട്ടെ. എന്തേ, അതുപോരെ? ആ കുറച്ച് നിമിഷങ്ങൾ കൊണ്ടയാൾ മനസ്സുകൊണ്ട് മകൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരച്ഛൻ മാത്രമായി കഴിഞ്ഞു എന്ന് അരുന്ധതിക്ക് തോന്നി. സേതുവേട്ടാ, ഇങ്ങനെ ഒരുപാടൊന്നും ആഗ്രഹിക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഉറപ്പില്ല, എൻ്റെ സംശയം മാത്രമാണ്, അവർ വല്ലായ്മയോടെ അയാളോട് പറഞ്ഞു. അപ്പുവിനെ ഞാനും കാണുന്നതല്ലേ ആദി. ഇങ്ങനെയൊന്നും വാടിത്തളർന്ന് അവളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഇതിപ്പോ കുറച്ചൊക്കെ കാശിയെ മിസ് ചെയ്യുന്നതിൻ്റെ ആവും. ബാക്കി നീ പറഞ്ഞതുപോലെ നമ്മുടെ അപ്പൂട്ടൻ്റെ ഉള്ളിൽ ഒരാൾ വന്നിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ മനസ്സും പറയുന്നു. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പറയുമ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ സത്യമായി വരണേ എന്നൊരു ഉള്ളുരുകിയ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചിരുന്നു അരുന്ധതി. രാവിലെ ഫോൺ ബെല്ല് കേട്ടാണ് അപ്പു കണ്ണുകൾ തുറന്നത്. രാത്രി കാശിയോട് സംസാരിച്ചു കിടന്ന് എപ്പോഴേ ഉറങ്ങിപ്പോയതാണ്. ഫോൺ മാറ്റിവെച്ചത് അമ്മായിയാവും. അപ്പു ആലോചനയോടെ സൈഡ് ടേബിളിൽ ഇരുന്ന ഫോൺ കൈ എത്തിച്ചെടുത്തു. അതിൽ തെളിഞ്ഞു കാണുന്ന പേരും ചിരിക്കുന്ന കാശിയുടെ മുഖവും കാണെ പെണ്ണിൻ്റെ ചുണ്ടൊന്നു വിടർന്നു. കാശിയേട്ടാ. കോൾ എടുത്തതും അപ്പു വിളിച്ചു. അപ്പൂസേ, എഴുന്നേറ്റില്ലേ ഇതുവരെ? അവൾ മടിയോടെ മൂളി. എൻ്റെ അപ്പൂട്ടാ, മണി 8 കഴിഞ്ഞു പെണ്ണെ. ഇതെന്ത് ഉറക്കമാ എൻ്റെ കള്ളിപ്പാറുവിന്? മുൻപ് ഈ ഉറക്കമൊന്നും കാശിയേട്ടൻ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് കാശിയേട്ടനെ കാണണം. അവൻ പറയുന്നത് കേട്ടിരുന്നവൾ വിതുമ്പലോടെ മെല്ലെ പറഞ്ഞു. കാശിയേട്ടൻ നാളെ രാത്രി അങ്ങെത്തും. അതുവരെ എൻ്റെ കുഞ്ഞുപെണ്ണ് ഒന്ന് പിടിച്ചു നിൽക്കടാ. എനിക്കും എൻ്റെ കുഞ്ഞിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സഹിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ലടാ, കാശി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോൾ തന്നെ കാണാൻ തോന്നിയാണ് കാശിയേട്ടാ, വിതുമ്പൽ കടിച്ചു പിടിച്ചവൾ മെല്ലെ പറഞ്ഞു. വിഷമിക്കില്ലടാ കുഞ്ഞെ, കാശിയേട്ടൻ വേഗം വരാം. വേഗം വരുവോ? അപ്പു സങ്കടത്തിൽ തിരക്കി. നാളെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ആ നിമിഷം കാശിയേട്ടൻ ഇവിടുന്ന് തിരിക്കും. എത്ര ബുദ്ധിമുട്ടിയായാലും ഓടി വരും എൻ്റെ അപ്പൂട്ടൻ്റെ അടുത്തേക്ക്. പറയുമ്പോൾ കാശിക്ക് നെഞ്ചു പിടഞ്ഞു. ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ശേഷം ഒരു തവണയോ മറ്റോ ഒരു ദിവസം പിരിഞ്ഞിരുന്നിട്ടുണ്ട് എന്നല്ലാതെ ഇതുപോലെ 3-4 ദിവസമൊന്നും മാറി നിന്നിട്ടില്ല.
അപ്പുവേ, അവൻ അതിയായ സ്നേഹത്തോടെ വിളിച്ചു. അവന്റെ ശബ്ദത്തിലെ ഇടച്ച അറിഞ്ഞതുപോലെ പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചവൾ മൂളി. കാശിയേട്ടൻ വേഗം വരാം കേട്ടോ, വീഡിയോ കോൾ വിളിക്കട്ടെ ഇപ്പോ? കാശി മെല്ലെ തിരക്കി. വേണ്ട, നാളെ വേഗം വന്നാൽ മതി. ഇപ്പോൾ കാശിയേട്ടനെ കണ്ടാൽ എനിക്ക് കരച്ചിൽ വരും. തന്റെ കോലം കണ്ടാൽ അവൻ സഹിക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അപ്പു പെട്ടെന്ന് പറഞ്ഞു. എന്നാൽ കാശിയേട്ടന്റെ കുഞ്ഞു ചെന്ന് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ച് പോകാൻ നോക്ക്. ഇന്ന് അച്ഛനാണ് നിന്നെ ബാങ്കിൽ കൊണ്ടുവിടുന്നത്. കാശി പറഞ്ഞതിന് ഒരു മൂളൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു. വെച്ചേക്കട്ടെ അപ്പു, ഇവിടെ ഇറങ്ങാൻ നേരമായടാ, എല്ലാവരും റെഡിയായി നിൽക്കുക. പോയിട്ട് വന്ന് എന്നെ വിളിക്കണേ കാശിയേട്ടാ. അവിടെ മറ്റാരുടെയൊക്കെ സംസാരമോ ആരോ വിളിക്കുന്നതൊക്കെ കേൾക്കെ പറഞ്ഞിട്ട് അവന്റെ മറുപടിക്ക് കാക്കാതെ അപ്പു ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് വെച്ചു. കട്ടായ ഫോണിലേക്ക് നനഞ്ഞു ചുവന്ന കണ്ണുകളോടെ കാശി നോക്കി നിന്നു. ഉള്ളു നീറുന്ന നോവ് അവൾ അറിയാതെ ഇരിക്കാൻ കടിച്ചു പിടിച്ചാണ് നിന്നത്. അവൾ കൂടെ കൂടിയ ശേഷമാണ് ജീവിതം എന്താണെന്ന് അറിഞ്ഞത്. അവളില്ലായ്മ തീർക്കുന്ന ശൂന്യത അതാർക്കും നികത്താനാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞിരുന്നു എങ്കിലെന്ന് ആത്മാർത്ഥമായി തന്നെ അവനും ആഗ്രഹിച്ചു. എങ്ങനെയുണ്ട് കുഞ്ഞെ, ക്ഷീണമൊക്കെ കുറഞ്ഞോ? കുളിയൊക്കെ കഴിഞ്ഞ് ബാങ്കിൽ പോകാനുള്ള വേഷത്തിൽ ഇറങ്ങി വന്ന അപ്പുവിനോട് പത്രം വായിച്ച് ഹാളിലിരിക്കുവായിരുന്ന സേതു തിരക്കി. കുഴപ്പമില്ല അങ്കിളെ, നേർത്തൊരു ചിരിയോടെ അപ്പു പറഞ്ഞു. എഴുന്നേറ്റോ എൻ്റെ കുട്ടി, ചായ എടുക്കട്ടെ മോളെ? അപ്പുവിന്റെ തലയിൽ തലോടിക്കൊണ്ട് അവർ ചോദിച്ചു. ഞാൻ ഉറങ്ങിപ്പോയ അമ്മായി. കാശിയേട്ടൻ വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്, അപ്പു വല്ലായ്മയോടെ പറഞ്ഞു. അതിനിപ്പോ എന്താ? അവൻ രാവിലെ നിന്നെ വിളിച്ചുണർത്തിയാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരുന്നു, നേരം വെളുക്കും മുമ്പ് എൻ്റെ മോളെ വിളിച്ചേക്കരുത് എന്ന്. എന്തോ വലിയ തെറ്റ് ചെയ്തവളെ പോലെ നിൽക്കുന്ന പെണ്ണിന്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചവർ വാത്സല്യത്തോടെ പറഞ്ഞു. ഞാൻ നാളെ മുതൽ നേരത്തെ എഴുന്നേറ്റോളാം അമ്മായി. ഞാനെല്ലാം ചെയ്തു തരേണ്ടതിന് പകരം അമ്മായിയെ ബുദ്ധിമുട്ടിച്ചു. നിറഞ്ഞുപോയ കണ്ണുകളോടെ അവരെ കെട്ടിപ്പുണർന്നു നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അയ്യേ, മോശം. ഈ അമ്മായിയും മരുമോളും ശരിയല്ല. രണ്ടും കൂടെ പോരെടുക്കുന്നതിന് പകരം കെട്ടിപ്പിടിച്ചു നിന്ന് കരയുന്നു. രണ്ടിനെയും കളിയാക്കിക്കൊണ്ട് സേതു പറഞ്ഞു. ഇതെന്റെ വേദു ജീവൻ കൊടുത്ത് ഭൂമിയിലെത്തിച്ച പൊന്നുമോളാണ് സേതുവേട്ടാ, എൻ്റെ മോൻ്റെ ജീവൻ. ആ ജീവനെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കും? അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കവിളിലെ കണ്ണുനീർ നനവ് തുടച്ചു കൊടുത്തിട്ട് അരുന്ധതി തിരക്കി. മോള് വായോ, അമ്മായി എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പൂരിയും ഉരുളൻകിഴങ്ങ് മസാലയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവളെ കയ്യിൽ പിടിച്ച് ഡൈനിങ് ടേബിളിന് അരികിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു. കഴിക്കും മോളെ. അവൾക്ക് വിളമ്പി കൊടുത്തിട്ട് അരുന്ധതി പറഞ്ഞു. അമ്മായി അങ്കിളും കഴിച്ചോ? അപ്പു പപ്പടം പോലെ വീർത്ത് നിൽക്കുന്ന പൂരി പിച്ചി എടുത്തിട്ട് തിരക്കി. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം, അമ്മായിയുടെ കുട്ടി ചൂടോടെ കഴിച്ചേ. അവൾക്ക് മുന്നിലേക്ക് കട്ടൻ ചായ കൂടെ ഒഴിച്ചു വെച്ചിട്ട് അവർ പറഞ്ഞു. അപ്പു ഒന്ന് മൂളിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. ഇഷ്ടമായോ അപ്പുവെ? അവളുടെ കൊതി പിടിച്ചതുപോലെയുള്ള കഴിപ്പ് കാണെ ഉള്ളിൽ നിറഞ്ഞു തൂങ്ങുന്ന സന്തോഷത്തോടെ അരുന്ധതി തിരക്കി. നല്ലതാ, എനിക്ക് ഇതിന്റെ രുചി ഒത്തിരി ഇഷ്ടമായി. കൊതിയോടെ വിരളൊന്ന് നുണഞ്ഞുകൊണ്ട് അപ്പു പറഞ്ഞു. ഒന്നുകൂടെ കഴിക്ക്. അരുന്ധതി ഒരെണ്ണം കൂടെ പ്ലേറ്റിലേക്ക് വെക്കാനെ ആഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ട, എനിക്ക് മതിയായി അമ്മായി. എൻ്റെ വയറിന്ന് ഒത്തിരി നിറഞ്ഞുപോയി. വയറിലൊന്ന് തലോടി പറഞ്ഞുകൊണ്ടവൾ കൈ കഴുകാനായി പോയി. ബാഗൊക്കെ എടുത്തോണ്ടാ ഇന്ന് അങ്കിൾ കൊണ്ടുപോയി വിടാം. ഞാനിപ്പോൾ വരാവേ. അപ്പു മുറിക്ക് അകത്തേക്ക് കയറിപ്പോയതും അരുന്ധതി സന്തോഷത്തോടെ അയാളെ നോക്കി. മുൻപ് 2 പൂരിയിൽ കൂടുതൽ കഴിക്കാത്തവളാണ് ഇന്ന് 4 എണ്ണം രുചിയോടെ കഴിച്ചത്. നമ്മുടെ സംശയം ഉറപ്പിക്കാമെന്ന് തോന്നുന്നു സേതുവേട്ടാ. അവർ അതിയായ സന്തോഷത്തോടെ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒച്ച താഴ്ത്തി പറഞ്ഞു. എൻ്റെ ചെക്കൻ ഒന്ന് വേഗം ഇങ്ങ് വന്നെങ്കിൽ. പറഞ്ഞിട്ട് സേതു അവരെ ചേർത്ത് പിടിച്ചു നെറ്റിയിലൊന്ന് മുകർന്നു. എല്ലാം മോൾക്ക് ഇഷ്ടമുള്ള കറികളാണ് അമ്മായി ഉണ്ടാക്കി തന്നു വിട്ടത്. ഒന്നും ബാക്കി വെക്കാതെ എല്ലാം കഴിക്കണം കേട്ടോ. ഉച്ചയ്ക്ക് അപ്പുവിന് കഴിക്കാനുള്ളത് കൊണ്ട് വന്ന് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് സേതു പറഞ്ഞു. ഞാൻ കഴിച്ചോളാം. അമ്മായി രാവിലെ പറഞ്ഞിരുന്നു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും ഉള്ളിത്തീയലും ഉണ്ടാക്കി തരാമെന്ന്. അത് കേട്ടപ്പോൾ മുതൽ ഉച്ചയാവാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ കുഞ്ഞു ചെന്ന് പോയിരുന്ന് കഴിക്ക്. കൊതി നിറഞ്ഞ അപ്പുവിൻ്റെ വർത്താനം കേൾക്കെ സേതു ചിരിയോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പു ചിരിയോടെ മൂളിക്കൊണ്ട് ബാങ്കിനുള്ളിലേക്ക് കയറിപ്പോയി. എൻ്റെ ദൈവമേ, എല്ലാം നല്ലതായിട്ട് വരണേ. അവളുടെ പോക്ക് കണ്ട് മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥനയോടെ സേതു തിരികെ വീട്ടിലേക്ക് പോന്നു.